Hello guys, welcome back to a new vlog, and this is going to be a Christmas vlog. Yes, ഒമാനിലെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. ഞാനും അനീഷും കൂടി എങ്ങനെയാണ് ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തത്, ഞങ്ങളുടെ ആഘോഷങ്ങൾ, ഉണ്ടാക്കിയ വിഭവങ്ങൾ, അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ്. ആദ്യം ഞാൻ ഓർത്തൊരു ഷോർട്സ് ആയിട്ട് എടുക്കാം, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത്. പിന്നെ ഞാൻ ഓർത്ത് കുറേ നാളായില്ലേ വ്ളോഗൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഒരു വ്ളോഗ് തന്നെ എടുക്കാം, അതാകുമ്പോൾ വിശദമായിട്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ കാണിക്കാമല്ലോ. സോ യെസ് ഗായ്സ്, ഇന്നിപ്പോൾ ഡിസംബർ 24 ആണ്, ക്രിസ്മസ് ഈവ് ആണ്. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ബാക്കിയുണ്ട്, ലൈക്ക് കുറച്ച് കുട്ടി സാധനങ്ങളൊക്കെ നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ആണ് ബാക്കിയുള്ളത്. നാളേക്ക് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട്, അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ അനീഷ് ഇപ്പോൾ വന്നിട്ടുണ്ട് ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പോൾ അനീഷിനെ കൊണ്ട് ഓഫീസിലാക്കിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തി വരാം. ചിക്കനും മട്ടനും മീനും ഒക്കെ വാങ്ങിച്ചിട്ട് വരാം. പിന്നെ ഇതാ നോക്കൂ, ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ഞാനും അനീഷും കൂടി ക്രിസ്മസ് ഡെക്കർ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, കാണാത്തവരൊക്കെ പോയി കാണണം ആൻഡ് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഡെക്കറേഷൻസ് എന്നൊക്കെ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. എൻ്റെ കൈ കഴിക്കുന്നു. അപ്പോൾ നമുക്ക് ക്രിസ്മസ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. Hi guys, let's go to Lulu shopping. അതെ, നമ്മൾ ലുലുവിലേക്ക് പോവുകയാണ്. അനീഷിനെ കൊണ്ട് ഓഫീസിൽ ഇറക്കിയിട്ട് വേണം നമുക്ക് ലുലുവിലേക്ക് പോകാനായിട്ട് സാധനം വാങ്ങിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാണ് എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് ക്രിസ്മസിന് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് ലുലുന്ന് വാങ്ങിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു പ്രൈമറി ഡിസ്കഷനാണ് ആ ഒരു ഷോർട്ട് പീരീഡിൽ നടക്കുന്നത്. ഞാൻ മുന്നേയും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പെൺകുട്ടികൾക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻസ്, ഒരു സെൽഫ് എംപവർമെൻറ്റിൻ്റെ ഭാഗമാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ വീട്ടിലോ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരാളെയും കാക്കുകയും നിൽക്കുകയും വെയിറ്റ് ചെയ്യുകയും ഒന്നും ചെയ്യാണ്ട് നമുക്കായിട്ട് തന്നെ അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ധൈര്യവും ഒരു ചെറിയ അഹങ്കാരമൊക്കെ തന്നെയാണ് അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ജനിച്ചപ്പോഴേ അറിഞ്ഞൊന്നുമല്ല കേട്ടോ. ഡ്രൈവിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പെൺകുട്ടികൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ശരിയാന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഒരു നാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ. അനീഷിനെ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. കാര്യം എനിക്ക് ലുലുവിലേക്ക് പോകാൻ അതാണ് എളുപ്പം. അങ്ങനെ നമ്മളിതാ ലുലു കയറി ചെന്നപ്പോഴേക്കും ഫുൾ ക്രിസ്മസ് ഡെക്കറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഷോപ്പ് ചെയ്യുന്നത് നമ്മൾ ക്രിസ്മസ് കേക്കാണ്. ദാറ്റ് ഈസ് ദ പ്ലം കേക്ക്. ക്രിസ്മസിന് മാത്രം പുറം ലോകം കാണുന്ന പ്രത്യേകതരം കേക്കാണ് ഈ പ്ലം കേക്ക്. എനിക്ക് അനീഷിനൊക്കെ പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വർഷത്തിൽ ഒരു വട്ടം വാങ്ങിക്കുന്നതുകൊണ്ടായിരിക്കാം ഞങ്ങൾ എല്ലാ വട്ടവും എടുക്കുന്നത് ലുലുവിൻ്റെ ഫ്രഷ് ബേക്ക്ഡ് പ്ലം കേക്ക്സ് ആണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. കേക്കൊക്കെ എടുത്ത ശേഷം നേരെ പോയത് ചിക്കനും മീനൊക്കെ വാങ്ങിക്കാനായിട്ടാണ്. അപ്പോൾ പ്രൈസും ഇതൊക്കെ നോക്കി, സാധാരണ ചിക്കനൊക്കെ എടുക്കുന്നത് അനീഷിൻ്റെ ഡ്യൂട്ടിയാണ്. അനീഷ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെയൊക്കെ നോക്കിയതാ ചിക്കനും മട്ടനൊക്കെ മുറിക്കാനായിട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് അല്ലറ കടുപിടികളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്ന് ഈ ഒരു ബ്രാൻഡിൻ്റെ സ്നാക്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ലുലു പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ബില്ല് ഞാൻ പോവാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് അനീഷിൻ്റെ പ്രത്യേകം ഓർഡറായിരുന്നു. വേണ്ടാത്ത സാധനങ്ങളൊന്നും എടുത്തിട്ട് വരരുത്. വാങ്ങിച്ച സാധനങ്ങളൊക്കെ വേഗം വണ്ടിയിൽ കയറ്റിയിട്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണി കിടക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റുന്നുണ്ടെങ്കിലും വെയിറ്റുള്ള സാധനങ്ങളൊന്നും ഞാനിപ്പോൾ എടുത്തിട്ട് പോകുന്നില്ല. അതൊക്കെ അനീഷ് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് എടുത്തിട്ട് വരാം. ഞാൻ അത്യാവശ്യം വാങ്ങിച്ച പച്ചക്കറി, ഫ്രൂട്ട്സ്, ചിക്കൻ, മീൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെ എടുത്തിട്ട് പോകുന്നുള്ളൂ. ഓക്കെ. വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം അതാത് സ്ഥലത്ത് ഒതുക്കി വെക്കലായിരുന്നു പിന്നത്തെ പണി. പിന്നെ ചെയ്യാമെന്നും പറഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ മടി പിടിച്ചിരുന്നു പോകും.
എൻ്റെ അമ്മ ഒരു വർക്കിംഗ് വുമൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ കുഞ്ഞിലെ തൊട്ട് തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ അമ്മ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിലെയൊക്കെ ഓരോ പണികൾ ചെയ്യാതിരിക്കുമ്പോൾ അമ്മ ചില സമയത്ത് ഞങ്ങൾ വഴക്ക് പറയും കേട്ടോ. അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്, അമ്മ എന്തിനാ ഇത്ര കുഞ്ഞിലെ ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യാൻ പഠിപ്പിക്കുന്നത്, എന്തിനാ ഞങ്ങൾ വഴക്ക് പറയുന്നത് പണി ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ. പക്ഷെ ഇന്ന് അതൊക്കെ ആലോചിക്കുമ്പോൾ തോന്നുവാണ് എത്രയും നന്നായി അമ്മ അങ്ങനെ കുഞ്ഞിലെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഒരു ഹോം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരാളുടെ സഹായം ഇല്ലാതെ എത്ര ഭംഗിയായിട്ടാണ് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റുന്നത്. എല്ലാ താങ്ക്സും അമ്മയോട് തന്നെ പറയണം. പക്ഷേ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പണിയൊന്നും എടുക്കണ്ട കേട്ടോ. ഇപ്പോൾ VIP ട്രീറ്റ്മെൻറ്റാണ്. ചെന്ന് കഴിഞ്ഞാൽ അവിടെ പണിയെടുക്കല്ലേ മോള്, അതുകൊണ്ട് ഇവിടെ റെസ്റ്റ് എടുത്തോ എന്ന് പറയും. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാം. എന്തായാലേ ഒരേ ആൾക്കാരും പക്ഷേ പല സമയങ്ങളിൽ പല പല മാറ്റങ്ങൾ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നതാ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഡ്രസ്സ് മാറി വന്നിട്ട് അടുത്ത പണി. അടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് മീൽ പ്ലാനിങ്. അതായത് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതെല്ലാം ഞാൻ നോട്ട് ഡൗൺ ചെയ്യാണ്. അപ്പോൾ അതാത് ഇതിൽ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ ഉണ്ടാക്കുന്നത്, ലഞ്ചിന് എന്താ ഉണ്ടാക്കുന്നത്, ഡിന്നറിന് എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെ ഇന്ന് ഉണ്ടാക്കണം, എന്തൊക്കെ നാളെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് വൃത്തിക്കൊന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് അടുക്കളയിൽ കയറി ഒരുപാട് കാര്യങ്ങൾ കുക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് തലക്കൊരു വട്ട് പിടിക്കത്തില്ല. വൃത്തിയിലൊന്ന് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് നമുക്ക് അടുക്കളയിൽ അന്നന്ന കാര്യങ്ങൾ ചെയ്ത് സമാധാനമായിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പം ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന ബോർഡ്, വീക്ക്ലി പ്ലാനറിൻ്റെ ബോർഡ് നമ്മൾ ഖത്തറിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഒരെണ്ണം ഞാൻ കിച്ചണിലും, പിന്നെ ഇതേപോലെ നല്ല ഒരു ഭംഗിയുള്ളൊരു ഇത് എനിക്ക് സ്വാതിയും ലക്ഷ്മിയും കൂടി ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അത് ഞാൻ റൂമിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ദാ എൻ്റെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അങ്കത്തട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. യെസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ അമ്മ വർക്കിംഗ് വുമണാന്ന്. അമ്മ രാവിലെ ഒരു 4:30 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ ആക്കി ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞു വിട്ട് അമ്മ ഓഫീസിൽ പോകുമായിരുന്നു. തിരിച്ച് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ, ഡിന്നറ്, ഞങ്ങളെ പഠിപ്പിക്കൽ, ഞങ്ങൾക്ക് പിറ്റേ ദിവസം സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ, അമ്മയ്ക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് അമ്മ കിടക്കാറ്. അമ്മയുടെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് ഈ കാര്യം, ആ കൈ കൊണ്ട് മറ്റേ കാര്യം, അങ്ങനെ പടപടയെന്നായിരുന്നു അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തേച്ചത് കേട്ടോ. അമ്മ പണ്ടും അല്ല ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇപ്പോഴും അമ്മയുടെ സ്പീഡിനോട് നമുക്ക് മത്സരിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിക്കായിരുന്നു, എനിക്ക് ഇത്ര കൊച്ചു കൊച്ചു പണികൾ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ ടയേർഡായെന്ന് പറയുന്നു. അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് വെച്ചത്? എൻ്റെ അമ്മയെന്ന് മാത്രമല്ല എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. ശരിക്കും ഇവരൊക്കെ ഭയങ്കര സൂപ്പർ ഹീറോസാണ് അല്ലേ. ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ താമസിച്ച് നമ്മുടെ ആയിട്ടുള്ളൊരു വീട് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ അമ്മമാരുടെ വില മനസ്സിലാവുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഇങ്ങനെ അമ്മ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചിങ്ങനെ കടകടാന്നിരിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നു നോക്കി വീട് വൃത്തിയാണ്, ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്, പാത്രം ഞാൻ കഴുകിയിട്ടുണ്ട്, അതാത് സാധനങ്ങൾ അതാത് സ്ഥലത്താണ് വെച്ചേക്കണേന്നൊക്കെയുള്ളൊരു പേടിയാണ്. ഇന്നും എൻ്റെ കല്യാണം കഴിഞ്ഞ് 4 കൊല്ലമായിട്ടുണ്ടെങ്കിൽ അമ്മ വരുന്നുണ്ടെങ്കിൽ അമ്മ ഒരു റൗണ്ട് ചെക്കിങ് ഉണ്ട് വീട് ചുറ്റും നടന്നിട്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു മിക്ക പെൺകുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഫിഷും ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ എല്ലാം അതാത് മസാലയൊക്കെ തേച്ച് വെച്ചു. ചിക്കൻ ഫ്രൈക്കുള്ള മസാല, ഫിഷ് ഫ്രൈനുള്ള മസാലയൊക്കെ തേച്ച് ഫോയിലൊക്കെ എല്ലാം റാപ്പ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അപ്പം തന്നെ പകുതി പണി കഴിഞ്ഞൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ച് നേരെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി. കാര്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റൂ രാവിലെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ വീണ്ടും ഒരു തലവേന പിടിച്ച പണി ആയതുകൊണ്ട് ഞാൻ രാത്രിയെ സ്റ്റൂ ആക്കി വെച്ചായിരുന്നു. നല്ല യമ്മി സ്റ്റൂ ആയിരുന്നു ഗൈസ്. കാണാനുള്ള ഭംഗി മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അനീഷ് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് തന്നൊരു ചിക്കൻ സ്റ്റൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുപ്പിൽ കിടന്ന് തിളച്ച് മറിയുന്നത് ഗൈസ്. യെസ്, അങ്ങനെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പം നമുക്കിനി നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, ഇന്ന് December 25th ക്രിസ്മസ് ആയിരിക്കാണ്. സോ ട്രിപ്ലൈയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മെരി ക്രിസ്മസ്. സോ ക്രിസ്മസ് ആയിട്ട് നമ്മളിതാ രാവിലെ എണീറ്റിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എണീറ്റപ്പോൾ തന്നെ 7:30-8 മണി ആയിട്ടുണ്ടായിരുന്നു. സോ കുളിച്ച് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാനൊരു ഗ്രീൻ കളർ ഡ്രസ്സൊക്കെ ഇട്ടത് കുറച്ച് പച്ച പിടിക്കാമെന്ന് ഓർത്തു.
അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തു, നമ്മൾ റെഡിയായി. ക്രിസ്മസ് ട്രീയുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് ക്രിസ്മസ് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അനീഷ് റെഡി ആവാണ് ഓഫീസിലേക്ക് പോകാനായിട്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ആസ് യൂഷ്വൽ തേഴ്സ്ഡേ ആണല്ലോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ ഞാൻ സ്റ്റൂ ഉണ്ടാക്കി വെച്ച് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ഇനി അപ്പം മാത്രം ചെയ്താൽ മതി. അപ്പോൾ അപ്പം ഞാൻ മറ്റേ അരി വെള്ളത്തിലിട്ട് അരച്ചൊന്നും എടുത്തതല്ല ഗൈസ്, ഇറ്റ്സ് റെഡിമെയ്ഡ് ഇൻസ്റ്റൻറ്റ് അപ്പമാവാണ്. കാര്യം എനിക്കറിയത്തില്ല, ഞാൻ അരച്ചിട്ടില്ല ഇതുവരെ ദോശയ്ക്കോ അപ്പത്തിനൊന്നും. എനിക്കത് പൊങ്ങി കിട്ടുമോ എന്നറിയാത്ത കാരണം ചെയ്തിട്ടില്ല. ആകെ അനീഷിൻ്റെ അമ്മയൊക്കെ ഉള്ള സമയത്ത്, അമ്മയൊക്കെ വന്ന സമയത്ത് അവരാണ് ചെയ്യാറുള്ളത്, അരച്ചിട്ട് നമ്മൾ അങ്ങനെ എടുക്കാറ്. അതല്ലാത്തൊക്കെ ഞാൻ ദോശ മാവാണെങ്കിലും അപ്പത്തിന് മാവൊക്കെ ആണെങ്കിലും ഇങ്ങനെ പാക്കറ്റിലുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അപ്പോൾ ചിക്കൻ സ്റ്റൂവും കഴിക്കാം. ആക്ച്വലി പറഞ്ഞാൽ മട്ടൺ സ്റ്റൂ ആണ് പൊളി. ടേസ്റ്റ്. എൻ്റെയൊക്കെ വീട്ടിൽ എന്തായാലും എല്ലാ ക്രിസ്മസിനും അല്ലെങ്കിൽ ഈസ്റ്ററിനും വെള്ളയപ്പവും നല്ല ചൂട് മട്ടൺ സ്റ്റൂ ആയിരിക്കുള്ളൂ. നല്ല മട്ടൺ സ്റ്റൂ അത് കഴിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ, അങ്ങനെയാണ്. അത്ര അടിപൊളിയൊന്നും ആയിട്ടുണ്ടാവില്ല എൻ്റെ ചിക്കൻ സ്റ്റൂ. എന്നാൽ പോലും പിന്നെ നമുക്ക് ഓൾറെഡി മട്ടൺ വൈകുന്നേരത്തേക്ക് ഉള്ളത് കൊണ്ടും പിന്നെ എനിക്ക് മട്ടൻ്റെ വേവൊക്കെ കുറച്ച് ഡൗട്ട്ഫുൾ ആയതുകൊണ്ടും നമുക്ക് ചിക്കനിൽ ഉണ്ടാക്കുന്നതാണ് സേഫ്. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ സ്റ്റൂ വെച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്തായാലും ഇന്ന് രാവിലെ നല്ല ചൂട് വെള്ളയപ്പം മട്ടൺ സ്റ്റൂ ഒക്കെ ആയിരിക്കും. ഇനി കഴിച്ചിട്ടാണ് അവരെയൊക്കെ ഒന്ന് വിളിക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. സോ നമുക്ക് നമ്മുടെ ക്രിസ്മസ് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. രാവിലെ തന്നെ നല്ല ചൂട് വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ കഴിച്ചുകൊണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങാം. ഗായ്സ്, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളി സ്റ്റൂ ആയിരുന്നു ഗായ്സ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ കഴിച്ചു. അനീഷ് ജോലിക്ക് പോയി. അപ്പോൾ അനീഷ് ഉച്ചയ്ക്ക് വരുന്നുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. കാരണം അനീഷിന് എന്തോ കുറച്ച് മീറ്റിങ്ങും പിന്നെ ക്രിസ്മസ് ആയിട്ട് അവരുടെ ഓഫീസിൽ കേക്ക് കട്ടിങ് അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കാണ് കുറച്ച് വിഭവങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് എടുക്കാം, തിരക്കിട്ട് ചെയ്യണ്ടല്ലോ. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഒരു ക്രിസ്മസ് ഡിന്നർ പോലെ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് വിരുന്ന് പോലെയൊക്കെ സെറ്റാക്കാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കണേ. അപ്പോൾ ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ബാക്കി കുക്ക് ചെയ്യാനായിട്ടൊക്കെ പോട്ടെ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ജസ്റ്റ് മീൻകറി മാത്രം വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ചോറും മീൻകറിയും കഴിക്കാം, ബാക്കി വിഭവങ്ങളൊക്കെ നമുക്ക് രാത്രിത്തേക്ക് സെറ്റാക്കാം. അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ എത്രയൊക്കെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ പറ്റുന്നതൊക്കെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇല്ലെങ്കിൽ ബാക്കി എല്ലാം പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ട് രാത്രി കാണാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ ഒരുപാട് വിഭവങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാരണം എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ പക്ഷേ ഇച്ചിരി ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം കുക്കിംഗ് ഒക്കെ തീർത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മട്ടനും അതേപോലെ തന്നെ പോർക്കും റെഡി ടു ഈറ്റ് എന്നുള്ള പരുവത്തിൽ അവിടുന്ന് അമ്മയും ചിറ്റയും കൂടി ദുബായിൽ നിന്ന് സെറ്റാക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇത് വട്ടയപ്പത്തിനുള്ള മാവ് അമ്മുമ്മ അവിടെ നിന്ന് ദുബായിൽ നിന്ന് അരച്ച് എല്ലാം സെറ്റാക്കി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ കൊണ്ടുവന്ന് ഫെർമെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടിയൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫുഡ് അടിയിലേക്ക് കടക്കാം. അമ്മയും ചിറ്റയും അമ്മൂമ്മയും കൂടി ഇതേപോലെ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് ഡിഷസിൻ്റെ പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഡിഷസും റെഡിയായി. ഞാനെല്ലാം പാത്രത്തിലേക്ക് ആക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞു. വട്ടയപ്പം ആവി കയറ്റാനും കൂടി വെച്ചു. ഞാനിനി വേഗം പോയി ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് സെറ്റായിട്ട് വരാം. അങ്ങനെ നമ്മുടെ 3-3.5 മണിക്കൂർ നീണ്ടു നിന്ന കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഞാൻ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മളൊരു അച്ചായൻ സദ്യ പോലത്തെ ഒരു വൈബാണ് പിടിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു. എൻ്റെ പുതിയ ഗ്രീൻ ഫ്രോക്കാണ് ഗായ്സ്. അപ്പോൾ ഞാനതൊക്കെ ഇട്ടു, എല്ലാം സെറ്റായിട്ടുണ്ട്. സോറി, എൻ്റെ ഇടയിൽ എൻ്റെ നാക്കൊന്നും ഉടക്കിയായിരുന്നു. നമുക്കപ്പോൾ കേക്ക് കട്ട് ചെയ്ത് വൈനൊക്കെ കുടിച്ച് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങാം. ലെറ്റ്സ് ബിഗിൻ. നിങ്ങളും വായോ.
അനീഷ് ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്ത ശേഷം നമ്മൾ പ്ലം കേക്കൊക്കെ കട്ട് ചെയ്തു. പ്ലം കേക്കും വൈനൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ഡാൻസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് എൻ്റെ ക്ലിപ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ദാ കേക്ക് ഞാൻ നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ, എല്ലാവരും സ്വീകരിച്ചോളൂ. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇലയൊക്കെ നമ്മുടെ അച്ചായൻ സദ്യ വിളമ്പിയിട്ടുണ്ട്. പ്ലം കേക്ക്, ചിക്കൻ കട്ട്ലേറ്റ്, വെള്ളയപ്പം, ചിക്കൻ സ്റ്റൂ, വട്ടയപ്പം, മട്ടൺ റോസ്റ്റ്, പോർക്ക് ഫ്രൈ, ചോറ്, മോര് കാച്ചിയത്, മീൻകറി, ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ, ബീൻസ് തോരൻ, പപ്പടം, ഒണിയൻ പിക്കിൾ. ഇത്ര ഐറ്റംസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇത്രയും ഹെവി ആയിട്ടൊന്നും ഞങ്ങൾ ഡിന്നർ കഴിക്കാറില്ല. പക്ഷേ ഇന്ന് ക്രിസ്മസ് അല്ലേ, അതാണ് നമ്മൾ നല്ല ലാവിഷായിട്ട് ഹെവി ആയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ടുണ്ട്. വേറെ ഏത് ജില്ലക്കാർ എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അടിപൊളിയാണ് കൊച്ചിക്കാരുടെ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ. നിങ്ങൾ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ, പപ്പാനിനെ കത്തിക്കലും കാർണിവലും അങ്ങനെ എന്തെന്തൊക്കെ പരിപാടികളാണെന്നുള്ളത്. മട്ടനും ബീഫും പോർക്കൊന്നും കഴിക്കാത്ത അനീഷ് കൊച്ചിക്കാരിയെ കല്യാണം കഴിച്ച ശേഷം ഇതൊക്കെ കഴിക്കുന്ന കണ്ടില്ലേ. അങ്ങനെ ഞങ്ങളിനി സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം കാണാം ഗൈസ്. ഓക്കെ, യെസ് ഗൈസ്. സോ അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇറ്റ് വാസ് എ വെരി ഹെവി മീൽ. വയറിങ്ങനെ ഫുള്ളായി ഇപ്പോൾ പൊട്ടു എന്ന് പറഞ്ഞിരിക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അനീഷ് ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളൊരു മൂവി കാണാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു ക്രിസ്മസ് ഇവിടെ ഒമാനിൽ ആഘോഷിച്ചത്. ഇറ്റ് വാസ് ക്യൂട്ട്. ഒരു ഭയങ്കര കംഫി ആൻഡ് ഒരു കോസിയൊക്കെ ആയിട്ടുള്ളൊരു ക്രിസ്മസ് വൈബായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. ഒരു ക്രിസ്മസ് വ്ളോഗ്. നിങ്ങളും നിങ്ങളുടെ ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൺസ് അഗെയിൻ എൻ്റെ ട്രിപ്പ് ലൈഫ് ഫാമിലി എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇരിപ്പുണ്ട്. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എൻജോയ് ചെയ്തോ? യെസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ടേക്ക് കെയർ ആൻഡ് സീ യു ഇൻ എ ന്യൂ വ്ളോഗ്. ബൈ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഡിസംബർ 31 അപ്പോൾ പ്രോബബ്ലി ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും 2025. അപ്പോൾ 2025 ഇയറിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ട്രിപ്ലൈയുടെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും സ്വാതിയുടെയും ലക്ഷ്മിയുടെയും വക ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും പഴയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ബോട്ടം ഓഫ് അവർ ഹാർട്ട്സിൽ നിന്ന് ബിഗ് 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 താങ്ക് യു. ആൻഡ് വി വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ട്രിപ്ലൈ ഫാം. നമുക്ക് 2026 പൊളിക്കണം. ബൈ.